കളിയാവേശം കത്തിക്കയറുന്ന ഫുട്ബോൾ മൈതാനങ്ങൾ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ വേദിയാകുന്നത് പുതുമയുള്ള കാര്യമല്ല. സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലെല്ലാം താരങ്ങളും ആരാധകരും മൈതാനത്ത് തന്നെ നിലപാട് പ്രഖ്യാപിക്കാറുമുണ്ട്. ഗസയിൽ ഇസ്രായേൽ അതിക്രമങ്ങൾ തുടരുന്ന കഴിഞ്ഞ 1.5 വർഷക്കാലവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങളിൽ ഫലസ്തീനു വേണ്ടിയുള്ള ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദ് സല, സാദിയോ മാനെ, പോൾ പോഗ്ബ, കരീം ബെൻസിമ തുടങ്ങിയ താരങ്ങൾ പരസ്യമായി തന്നെ ഗസയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. യൂറോപ്യൻ ക്ലബ്ബുകളായ സെൽറ്റിക്, ലിവർപൂൾ, ബയേൺ മ്യൂണിക് എന്നിവയുടെ ആരാധകർ ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് എപ്പോഴും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ആഗോള ശ്രദ്ധ ക്ഷണിക്കാറുമുണ്ടവർ. ഗ്രീൻ ബ്രിഗേഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെൽറ്റിക് ആരാധകർ ഗ്യാലറികളിൽ ഫലസ്തീൻ പതാകകളും ബാനറുകളും ഉയർത്തി ഗസ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം ആവർത്തിച്ച് പ്രഖ്യാപിക്കാറുമുണ്ട്. കായിക ലോകത്തെ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് കലാശ പോരാട്ടം. PSG ആരാധകരാണ് ഗസയിലെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി അലയൻസ് അറീനയിൽ ശബ്ദമുയർത്തിയത്. ഇന്റർ മിലാനെ തകർത്ത് തരിപ്പണമാക്കി ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ട ചരിത്ര മുഹൂർത്തവും ഗസയിലെ ഇസ്രായേൽ നരനായാട്ടിനെതിരെ ലോകശ്രദ്ധ ക്ഷണിക്കാനുള്ള അവസരമാക്കുകയായിരുന്നു ആരാധകർ. ഇന്റർ മിലാനെ 5-0 ഗോളിൽ മുക്കി PSG ജയാരവം മുഴക്കുമ്പോഴും ഗ്യാലറി ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യങ്ങളാൽ മുഖരിതമായിരുന്നു. കഴിഞ്ഞ ദിവസം മ്യൂണിക്കിലെ അലയൻസ് അറീനയിൽ സംഭവിച്ചതെന്താണെന്ന് വിശദമായി പറയാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കലാശ പോരാട്ടം ആരംഭിച്ച് 12-ാം മിനിറ്റിൽ മൊറോക്കൻ താരം അഷ്റഫ് ഹക്കീമിയാണ് PSG-ക്കായി ഗോൾവല ആദ്യം തുറക്കുന്നത്. അധികം വൈകാതെ ഫ്രഞ്ച് താരം ഡെസിരെ ഡൗ ലീഡ് 2 ചെയ്തു. ഗ്യാലറിയിൽ നീലക്കടലിരമ്പം കേട്ട നിമിഷങ്ങളിലായിരുന്നു ഒരു ഭാഗത്തു നിന്ന് ഭീമൻ ബാനർ ഉയർന്നത്. സ്റ്റോപ്പ് ജനോസൈഡ് ഇൻ ഗസ എന്നായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത്. PSG-ക്കൊപ്പം ഗസയ്ക്കും ഗ്യാലറിയിൽ നിന്ന് ചാൻഡുകൾ ഉയർന്നു. മത്സരം ആരംഭിക്കും മുൻപ് കിരീടധാരണത്തിന്റെ ആഘോഷരാവിലും അവർ സ്വന്തം ക്ലബിനൊപ്പം ഗസയിലെ മനുഷ്യരെയും ഓർത്തു. മത്സരം ആരംഭിക്കും മുൻപ് ഫലസ്തീൻ പതാകയുമായി അവർ മ്യൂണിക് നഗരം വലം വെച്ചു. ഇസ്രായേലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഗസയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തി. വി ആർ ഓൾ ദി ചിൽഡ്രൻ ഓഫ് ഗസ എന്ന ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞായിരുന്നു ആരാധകരുടെ ഐക്യദാർഢ്യ റാലി നടന്നത്. PSG ആരാധകർ മുൻപും ശക്തമായ ഫലസ്തീൻ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ മത്സരത്തിന് മുൻപ് ഫ്രീ പലസ്തീൻ, വാർ ഓൺ ഫീൽഡ് ബട്ട് പീസ് ഇൻ വേൾഡ് എന്ന ബാനർ പ്രദർശിപ്പിച്ചായിരുന്നു അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഫുട്ബോൾ മൈതാനമാണ് പോരാട്ട ഭൂമിയെന്നും ലോകത്ത് സമാധാനം വേണമെന്നുമുള്ള ആഹ്വാനമായിരുന്നു അത്. കഴിഞ്ഞ മെയ് ആദ്യവാരം നടന്ന ആഴ്സണലിനെതിരായ മത്സരത്തിന് മുൻപും ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകർ ബാനറുകൾ ഉയർത്തിയിരുന്നു. ഫുട്ബോൾ മൈതാനം രാഷ്ട്രീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കരുതെന്ന ചട്ടം നിലനിൽക്കുമ്പോഴാണ് അതെല്ലാം മറികടന്ന് ആരാധകരുടെ നിലപാട് പ്രഖ്യാപനം. യുവേഫയുടെ ചട്ടപ്രകാരം മത്സരവേദികളിൽ രാഷ്ട്രീയ ബാനറുകൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കളിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്ലക്കാർഡുകളോ ബാനറുകളോ പതാകകളോ ഒന്നും ഗ്യാലറിയിലോ മൈതാനത്തോ പ്രദർശിപ്പിക്കരുതെന്നും അത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കരുതെന്നുമെല്ലാം നിയമമുണ്ട്. ആരാധകർ നിയമം ലംഘിച്ചാലും ക്ലബിന് നടപടി നേരിടേണ്ടി വരും. 10,000 യൂറോ വരെ പിഴയടക്കേണ്ടി വരുമെന്നാണ് യുവേഫ ചട്ടത്തിൽ പറയുന്നത്. എന്നാൽ ഫലസ്തീൻ യുക്രൈൻ പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമായതിനാൽ അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങൾ യുവേഫ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കാറാണ് പൊതുവെ ചെയ്യാറുള്ളത്. ആരാധകരുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനത്തോട് പക്ഷേ PSG മാനേജ്മെന്റ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.